പക്ഷെ ഇപ്പോഴും ക്യാപ്സ്യൂളുകളുമായിട്ടല്ലേ നടക്കുന്നത്. ഇന്നലെ സോഷ്യൽ മീഡിയയിൽ ഇറങ്ങിയിരിക്കുന്നതാണ്. ഞാൻ അവനെ കണ്ടു. അവൻ ആരോപണങ്ങളുടെ ശരമേറ്റ് ഒറ്റപ്പെട്ടിരിക്കുകയാണ്. അതായത് കഴിഞ്ഞ ദിവസം ഒരു മാധ്യമപ്രവർത്തക ഇട്ട പോസ്റ്റിനെ കൗണ്ടർ ചെയ്തുകൊണ്ടുള്ള പോസ്റ്റാണ്. എന്തൊരു അവസ്ഥയാണെന്ന് ആലോചിച്ചു. അങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് പോസ്റ്റ് ആണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉള്ളത് പലതും നടന്നിട്ടുള്ളത്. ഇതെല്ലാം ഇത് ആൾക്കാർക്ക് അറിയത്തില്ല. ആൾക്കാരെ കണ്ണിൽ പൊടിയിടുന്ന പരിപാടിയാണല്ലോ. ഞാൻ പറഞ്ഞില്ല, ഒരു ന്യായീകരണം എന്ന് പറയുന്നത് അല്ല, വീണ്ടും ന്യായീകരിച്ചുകൊണ്ടിരിക്കുക. അതിന് 4 ദിവസം മുമ്പ് എന്തായിരുന്നു ഹൂ കേഴ്സ്? ഇനിയിപ്പം ഹൂ കേഴ്സ് എന്ന് പറയുന്നുണ്ടോ? എവിടെ പോയി? ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്, നമുക്ക് ഇവനോടൊന്നും ശത്രുതാപരമായിട്ട് നമ്മളെ വീട്ടിലൊന്നും കയറിയിട്ട് ഈ ഏർപ്പാടിന് വന്നിട്ടില്ല, നമുക്ക് വേണ്ടപ്പെട്ട ആരടുത്തും വന്നിട്ടില്ല. പക്ഷേ ഇപ്പോഴത്തെ ഇതേ പോക്കിൽ പോവുകയാണെങ്കിൽ ഞാൻ വീണ്ടും പറയുന്നത് രാഷ്ട്രീയത്തിലൊന്നല്ല, ജീവിച്ചിരിക്കാൻ യോഗ്യനല്ല എന്നാണ് ഞാൻ പറയുക. അതേസമയം അവന് തിരുത്താം, 36 വയസ്സാണ്, മനുഷ്യനാണ്, തെറ്റുകൾ പറ്റും. മദ്രാസിൽ അവൻ്റെ കഥയൊക്കെ അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു. എത്രയോ വലിയ ക്രിമിനലുകൾ പിന്നീട് വേറെ വഴിയിലേക്ക് പോയിട്ടുണ്ട്. എത്രയോ വലിയ കള്ളക്കടത്തുകാർ ഉള്ള സ്വത്ത് മുഴുവൻ പാവങ്ങൾക്ക് ദാനം ചെയ്ത് മറ്റുള്ള വഴിയിലേക്ക് ചാരിറ്റി ആക്ടിവിറ്റീസിലേക്ക് പോയിട്ടുണ്ട്.